ഹായ്. ഇന്ന് മെയ് 29. ഇന്നെനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഞാനിങ്ങനെ നാളെ ഒരു എക്സാം ഉണ്ട്. പ്രോബ്ലം ഓഫ് സെക്യൂരിറ്റി ഇൻ ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു കോഴ്സിൻ്റെ ഒരു എലക്റ്റീവ് കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ എക്സാം നാളെയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ ഫുൾ ഡേ പോയി. പിന്നെ വീട്ടിൽ വിളിച്ചു, ഫ്രണ്ട്സിനെ വിളിച്ചു, അങ്ങനെ ഫുൾ ഡേ അങ്ങനെ പോയി. അപ്പോൾ ഇന്ന് ഈവനിങ് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു. ആ സമയത്ത് ഇന്ന് വൈകിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്ഥലത്ത് ഒരു ഫിലിം സ്ക്രീനിങ് നടക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിന് പോവാം, അപ്പോൾ നിങ്ങളെ അത് കാണിക്കാം എന്ന് വെച്ചാണ് ഈ വ്ളോഗ് എടുക്കാൻ കാരണം. പിന്നെ മുടിയും താടിയെല്ലാം വളർന്നിടയ്ക്ക് എന്തോ പോലായി. പിന്നെ ജൂൺ 1 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ഷേപ്പിലാവാം എന്ന് വെച്ച്. അപ്പോൾ വ്ളോഗ് എടുത്തിരുന്ന് ഞാൻ സമയം നോക്കിയില്ല. 7:30 ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ 7:08 ആയി. ഇനി 15 മിനിറ്റിൽ അവിടെ എത്തണം. അപ്പോൾ സോറി, ഞാൻ ഇപ്പോൾ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 7:10 ആയി. ഇതാണ് ഇവിടുത്തെ സ്കൈ. കണ്ടോ? സൂര്യൻ പോകുന്നില്ല. ഒരു 9 മണി വരെ ഇങ്ങനെയൊക്കെ തന്നെ കാണും. ഇപ്പം ഞാൻ എൻ്റെ ട്രാം പിടിക്കാൻ വേണ്ടി വേഗം പോയി. പിന്നെ പബ്ലിക്കിൽ വ്ളോഗ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം കംഫർട്ടബിളായി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ആരും കെയർ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും അങ്ങനെയല്ല, ഇങ്ങനെ വേറൊരാളെ എഫക്റ്റ് ചെയ്യാതെ എന്ത് ചെയ്താലും ആൾക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു, സമയം പോയി. എൻ്റെ ട്രാം ഒരു 2 മിനിറ്റിൽ പോകും. ഇവിടെ മുടി വെട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്സി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ആ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ബുക്ക് ചെയ്യണം. നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. ഏത് ടൈമാണോ ആ ടൈം. പൈസ ഞാൻ പിന്നെ പറയാം, കാരണം പൈസ കിട്ടാൻ ബോധം കെട്ടി വരും. സോ എന്തായാലും ആദ്യം പോട്ടെ. ഇന്ത്യൻ ബാബേഴ്സിന് എനിക്ക് എന്തായാലും വിശ്വാസമില്ല. കാരണം അവർ കാരണമാണ് എൻ്റെ മുടി ഇപ്പോൾ ഇങ്ങനായത്. നല്ല അടിപൊളി മുടി ഉണ്ടായിരുന്നത് ഹെയർ സ്റ്റൈൽ. അപ്പം ഞാൻ ആ ട്രാമിലാണ് വന്നത്, ഇറങ്ങി. ഇപ്പോൾ 7:30 ആയി കേട്ടോ. നോക്ക്, ഇപ്പം ക്ലിയർ സ്കൈ. എൻ്റെ അപ്പോയിൻമെൻ്റ് ആവാൻ ഇനി ഒരു 6 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് റഷ് ചെയ്യട്ടെ. സമയമില്ല. എന്നാലും ഇവിടുത്തെ ആർക്കിടെക്ചർ കണ്ടോ? എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇതേപോലെയാണ് ഫുൾ ക്രാക്കോ. എവിടെ പോയാലും നമുക്ക് വെറുതെ ഒരു ബിൽഡിങ് നോക്കി തന്നെ കുറേ നേരം ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഞാൻ ലേറ്റ് ആയി കഴിച്ച് ഞാൻ ഒന്നുകൂടെ റഷ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ബാബർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻ ഐ നോ യുവർ നെയിം? Raho. So he's going to be cutting my hair. Yeah, you are welcome. Welcome India, my friend. Thank you. We love you. Okay. ഇത് പുള്ളിൻ്റെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ടിക്ടോക്ക് ഐ ഡി ആണ്. മാത്രമല്ല ഇപ്പം മുഖത്തുള്ള മുടിക്ക് വേണ്ടിയിട്ട് പുള്ളി വേറൊരു സാധനം ഇങ്ങനെ ഇവിടെ ചെയ്യുന്നൊരു സംഭവമാണ്. അതെനിക്ക് പുള്ളി ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ ഇത് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ പുള്ളി എനിക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞു. Be strong. Yeah. He's clean face. Yeah. Welcome to Barber Raho Clean Face. Yes. I will recommend.
It's pain, but it's clean. He wants to be fresh. For all people like him, he must have like that. He must cry. Yeah. Not easy, first time. Yeah. If you want to try something, you have to big man. Yeah. You must be big man. I'm first time doing. Yeah. You are welcome. This is for first time, but next time he will learning. Yeah. I was tell him be strong, and he say yes, I am strong. I don't know why it's coming automatically. Sorry guys, this is what it was. It's Yeah. terrible. It's not easy to take Yeah. it all. True. You must so cry because it's very not clean. But now, fresh guy, clean guy, you are welcome. Thank you. ശരിക്കും കരയുന്ന ഞാൻ വിചാരിച്ചില്ല, കണ്ണിൽ നിന്നൊക്കെ വെള്ളം പോയി. പക്ഷെ വ്യത്യാസം കാണുന്നുണ്ടെന്ന് തോന്നുന്നത്. പുള്ളി അത് മൊത്തം ഇതാക്കി തന്നു. പുള്ളി എനിക്ക് ഇത് തരുവാണ്. താങ്ക് യു. Barbar Raho. യെസ്. I invite everybody following me in Instagram. Thank you guys, India. Algeria, India. യെസ്. Thanks guys. താങ്ക് യു സോ മച്ച്. We hope we see you in Barbar Raho. You are Sure. welcome. Is India, Algeria. Thank you all. He's the best barber in Krakow and you all should must visit, like if you are in Krakow. Following me please, guys. Please Barbar follow him Raho. on. ഹലോ, ഇപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിങ്ങനെ ബാബർ ഷോപ്പിൽ കയറിയിട്ട് പറഞ്ഞ് ചാനലുണ്ട്, ലൈക്ക് 18,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ വീഡിയോ എടുത്തോട്ടെ, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് ആ ഓക്കെ, എന്താണ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സംസാരിച്ച് നമ്മൾ ഫുൾ കമ്പനിയായി. എന്നിട്ട് ലൈക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഷേവ് ചെയ്തപ്പോൾ ഇവിടെ ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ ബ്ലേഡ് വെച്ച് തന്നെയാണ് ഇങ്ങനെ അടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈക്ക് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാവോ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യല്ല്, അപ്പോൾ മുടി കൂടുതൽ വളരും, റേസർ ഒരിക്കലും ഉപയോഗിക്കല്ല് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് എന്നെ ഒരു സാധനം കാണിച്ചു തന്നു, വാക്സിങ്ങിൻ്റെ സാധനം. അതിട്ടാൽ മതി, അത് ചെയ്താൽ ലൈക്ക് അതാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം ചെയ്യുന്നത്. അത് ചെയ്താൽ മുടി നാച്ചുറലായിട്ട് പോവുകയും ചെയ്യും, ലൈക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്യാം. പുള്ളി ആദ്യം ഓക്കെ റിസർവേഷൻ എടുക്കണം, അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് യൂട്യൂബിൻ്റെ ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് പറയാം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ. ഞാൻ പറഞ്ഞാൽ ചെയ്യാം. അപ്പോൾ പുള്ളി ആ മെഷീൻ എടുത്തിട്ട് പറഞ്ഞ് ഇത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഹീറ്റ് ചെയ്ത് എൻ്റെ മുഖത്തെല്ലാം തേച്ച് നിങ്ങൾ കണ്ടല്ലോ. സംഭവം ഞാനിത് ആദ്യമായിട്ടാണ് ആരോടെങ്കിലും ഇങ്ങനെ പറയുന്നത്, ലൈക്ക് ഇങ്ങനെ ചാനലുണ്ട്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പിന്നെ വ്ളോഗ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്. ലൈക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ പറയാനെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് എന്തോ ഇന്ന് പറയാൻ തോന്നി, പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നൈസ്. ഇനി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുക, ആന്യ എന്ന് പറഞ്ഞിട്ട്, പോളിഷ് കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ മൂവി സ്ക്രീനിങ് നടക്കുന്നുണ്ട്. നാളെ പരീക്ഷയാണ്, എന്നാലും രാവിലെ തൊട്ട് ഞാൻ പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഇനി മൂവി സ്ക്രീനിങ്ങിൽ പോവാം, ഫ്രണ്ടിനെ കാണാം. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് ആ ഫ്രണ്ടിനോടും കൂടെ പറയാം ചാനലുള്ള കാര്യം. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഫ്രണ്ടിനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം.
ഹായ്. സോ ലൈക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്. ഹായ്. സോ വി ജസ്റ്റ് വെൻറ്റ് ടു ദ മൂവി ലൈക്ക് Krakow Film Festival. And it's a Polish movie based on some Polish history. Real story about a boxer that Boxer. is Poland. And it is kind of a historical thing in it of Poland. Yeah, so like we couldn't finish the movie because like it was too late. And yeah, now we are going back home. So until we see next time, you can say bye. Bye. ഹായ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ക്രാക്കോയിലൊരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലൈക്ക് അത് കഴിഞ്ഞ് നമ്മൾ കുറേ കോൺവെർസേഷൻ ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത് തന്നെ, ലൈക്ക് പെർമിഷൻ ചോദിച്ചിട്ട്. പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ കുറേ സംസാരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കൾച്ചർ, അവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ പൊളിറ്റിക്സ്, അവിടുത്തെ പൊളിറ്റിക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതെല്ലാം എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്യാനും പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയൂ. പിന്നെ മുടി എങ്ങനെയുണ്ട്? എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. പിന്നെ ആ പുള്ളി പാവം നല്ല മനുഷ്യൻ, അത്രയും കഷ്ടപ്പെട്ട് ചെയ്തു. നല്ലതാണ്. പുള്ളി മോശമായിട്ടൊന്നും ചെയ്തില്ല, എൻ്റെ മുഖത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയി. നിങ്ങൾ പറ, ലൈക്ക് ലോങ്ങർ വീഡിയോസ് ആണോ വേണ്ടത് അതോ ചെറുതാണോ വേണ്ടത്? ലോങ്ങർ ബോറിംഗ് ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെറുതാക്കാൻ നോക്കാം. ഇതിപ്പോൾ ഇന്ന് കുറേ സാധനങ്ങൾ ഒറ്റ ഇതിൽ വന്നു, അതുകൊണ്ടാണ് ഇത്ര ലോങ് ആയത്. അപ്പോൾ പിന്നെ ഓൾസോ വൺ തിങ്, ലൈക്ക് ഇന്ന് ആ ബാർബറിൻ്റെ അടുത്ത് നടന്ന എക്സ്പീരിയൻസ് ലൈക്ക് ഈ ചാനൽ അമ്മയും ബ്രദറും എല്ലാവരും കൂടെ ബിൽഡ് ചെയ്ത് വന്നൊരു ചാനലാണ്. ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാലും മെജോറിറ്റി അവരുടെ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അവരുടെ ഒരു ഇതുണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിങ്ങനെ ഒരു സംഭവം, ലൈക്ക് ഒരു എന്താണെങ്കിൽ ഇന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ മെയിൻ റീസൺ അവരാണ്. സോ അവർക്ക് ഞാൻ താങ്ക് യു പറയുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ വീഡിയോ വലുതായതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.